NSS യൂണിയന് കീഴിൽ വിവിധ കരയോഗങ്ങളിലെ സാമ്പത്തികമായി വിഷമിക്കുന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിന് ധനസഹായം നൽകുമെന്ന് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ AN വിപിനേന്ദ്രകുമാർ പറഞ്ഞു. സുവർണ ജൂബിലി ബഡ്ജറ്റ് അവതരണ പ്രഖ്യാപന സമയത്തും ഇവിടെ മുഴുവൻ കരയോഗം പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും സ്വീകരിച്ച് നടത്തിയ നേതൃ സമ്മേളനത്തിലും ഞങ്ങൾ ഈ പ്രഖ്യാപനം ആവർത്തിച്ചിരുന്നു. ആലുവ താലൂക്ക് യൂണിയൻ +2 കഴിഞ്ഞ് പ്രൊഫഷണലായിട്ട് മെറിറ്റിൽ അഡ്മിഷൻ നേടുന്ന പാവപ്പെട്ട ഏത് കുട്ടികളുടെയും, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏത് കുട്ടികളെയും അവരുടെ മുഴുവൻ ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും അടച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം ആലുവ താലൂക്ക് യൂണിയൻ ഇതിനു മുമ്പ് നടത്തിയത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഞങ്ങളത് ചെയ്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഇവിടെ നമ്മുടെ അയ്യമ്പുഴ എന്നൊരു കത്ത് വന്ന് ഞങ്ങൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ താലൂക്ക് യൂണിയനിൽ നിന്ന് ഒരുപാട് പേര് തന്നെ അവർക്ക് സഹായവുമായിട്ട് എത്തി. താലൂക്ക് യൂണിയൻ ഒന്നും വേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന രീതിയിൽ താലൂക്ക് യൂണിയന്റെ ചുമതലക്കാര് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രഘുകുമാറും അതുപോലെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ KSR പണിക്കർ സാറും അടക്കം അവരൊക്കെ അതിന്റെ എന്താ പറയാ ചുക്കാൻ പിടിച്ച് ആ കുട്ടിയുടെ ഭാവി ഭദ്രമാക്കി. ആ കുട്ടിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കുട്ടികളെ കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല, ഇത് അതിശയോക്തിപരമല്ല, അവിശ്വസിക്കേണ്ട കാര്യവുമില്ല, തികഞ്ഞ സത്യസന്ധതയോടെ പറയുന്ന കാര്യങ്ങളാണ്, വസ്തുനിഷ്ഠമായിട്ടാണ്. മറ്റൊരു ഏജൻസി വഴി തന്നെ അപ്പം തന്നെ ആ കുട്ടിയുടെ 5 വർഷത്തെ പഠനവും സുരക്ഷിതമാക്കി കൊടുത്തു. അപ്പോ ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന് 4-5 പേര് അല്ലെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അടക്കം 4-5 പേര് ഞങ്ങളോട് പറഞ്ഞു കുട്ടികളുടെ മുഴുവൻ ഫീസും. ആ കുട്ടിയെ പറ്റി ഞാൻ മുഴുവൻ പറഞ്ഞില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജില് ഇപ്പോ 2ാമത്തെ സെമസ്റ്റർ അല്ലെ ചെയ്യുന്നു. 1ാമത്തെ സെമസ്റ്ററിന്റെ പരീക്ഷ കഴിഞ്ഞു. ആ കുട്ടിയുടെ മെഡിക്കൽ കോളേജിലേക്കുള്ള മുഴുവൻ ട്യൂഷൻ ഫീസും മുഴുവൻ ഹോസ്റ്റൽ ഫീസും ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് താലൂക്ക് യൂണിയൻ വഴി. അതുപോലെ ഏതൊക്കെ കുട്ടികളെ, മെഡിസിൻ മാത്രമല്ല, അത് എഞ്ചിനീയറിംഗ് ആയപ്പോലും ഞങ്ങൾ പറയുന്ന മെറിറ്റിൽ അഡ്മിഷൻ കിട്ടണം, മാനേജ്മെന്റ് അല്ല, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന മുഴുവൻ കുട്ടികളുടെയും, എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളുടെയും മുഴുവൻ ഫീസും ഏറ്റെടുക്കാൻ ഇന്ന് ആലുവ താലൂക്ക് യൂണിയൻ തയ്യാറാണ് എന്ന വിവരം ഞാൻ വീണ്ടും 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 നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാനായിട്ട് അറിയിക്കുകയാണ്. ഈ സമുദായം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നൊരു അറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ നൽകുന്ന ആ അംഗീകാരത്തിന്റെ ആദരവിന്റെ അർത്ഥം. അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട്. ഏതൊരാവശ്യം, ഒരുപക്ഷെ ഇപ്പൊ ആവശ്യമില്ലായിരിക്കാം, നാളെ ഒരു ആവശ്യം വന്നാൽ അത് നിങ്ങളുടെ എന്താ പറയുക കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ജീവിത സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, ഒക്കെ ആയിരിക്കാം. ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു വിളി, അത് താലൂക്ക് യൂണിയന്റെ വാതിലുകൾ നിങ്ങൾക്കായിട്ട് തുറന്നു കിടക്കുന്നു എപ്പോഴും എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ നൽകുന്നത്. അതിനുവേണ്ടിയാണ് ഇത് കുട്ടികളോട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഏറ്റവും നല്ല ഒരു സമയമാണ് ഇത്. NSS ആലുവ യൂണിയൻ വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊടിയ വിപത്ത് എന്ന് പറയുന്നത് ജാതീയതയുടെ വല്ലാത്ത എന്താ പറയാ അതിക്രമിച്ച് കിടക്കലായിരുന്നെങ്കിൽ ഇന്ന് ലഹരി പോലെയുള്ള മറ്റ് ചില കാര്യങ്ങളുടെ അതിക്രമിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ കടന്നുകയറ്റമാണ് ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനത്തില് ഞങ്ങള് 2 ലഹരി വിരുദ്ധ യാത്രകള് ആലുവയിൽ തുടങ്ങി. നായർ സമ്മേളനം നടത്തുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് നൽകുന്ന ഈ ആദരവ് എന്ന് ആലുവ താലൂക്ക് യൂണിയൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അടിസ്ഥാനം. വളരുന്ന തലമുറ നായർ സർവീസ് സൊസൈറ്റിയോട് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങളെ ആദരിക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങളുടെ ഓരോ വഴിത്തിരിവുകളിലും ഓരോ വിജയത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളിലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഞങ്ങൾ. യൂണിയൻ കമ്മിറ്റി അംഗം PG രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു.
ഇതര മതസ്ഥർക്കും അല്ലെങ്കിൽ തൊട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി നമ്മളിൽ തന്നെ രൂപപ്പെടുകയാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനെല്ലാം ഇവിടെ ഈ സ്ഥാനത്ത് വന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ ചെറിയ പ്രവർത്തകനായി കരയോഗ പ്രവർത്തനം എന്തെന്നറിയാത്ത സാഹചര്യത്തിൽ കരയോഗത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ അന്ന് കൈപിടിച്ചിട്ടുള്ള കയ്യിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഏറെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായപ്പോഴും ആ പിടിച്ച കയ്യിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ നായരുടെ സ്വഭാവത്തിന്റെ സവിശേഷതയായി പലപ്പോഴും പലയിടത്തും വച്ച് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നായർ സമാജത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പ്രവർത്തകനായി നമ്മൾ മുൻനിരയിൽ നിൽക്കുമ്പോൾ മറ്റ് മേഖലകളിലേക്ക് നമ്മൾക്ക് വ്യാപരിക്കാനുള്ള സാധ്യതകൾ ഉയർന്നു വരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് എൻ്റെ മകൻ. ഞാനിതിൽ വന്നതുകൊണ്ട് എൻ്റെ മകനെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവനെ മാതൃകാപരമായി തന്നെ അവനെ NSS കരയോഗത്തിൽ NSSന്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. NSSന്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ഒരു മുതിർന്ന ആളുകളെല്ലാം തന്നെ NSS സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അന്ന് മറ്റൊരു ചെങ്ങമനാട് സ്കൂൾ കഴിഞ്ഞാൽ ആ പ്രദേശത്ത് വന്നിട്ടുള്ള നമ്മുടെ സ്കൂൾ ഞാൻ പരിചയപ്പെടുന്ന മുതിർന്ന ആളുകളല്ല. പക്ഷെ ഇന്ന് പലരും അവിടെ നിന്ന് മാറി നല്ല ഓടുമേയാത്ത കോൺക്രീറ്റ് കെട്ടിടങ്ങളുള്ള പെയിന്റിൽ മുക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോറെല്ലാം ടൈൽ വിരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം പഠിക്കുന്നു. അപ്പൊ നമ്മുടെ കുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ആരാധ്യനായിട്ടുള്ള അന്നത്തെ യൂണിയൻ പ്രസിഡന്റ് പല യോഗങ്ങളിലും പറയുമ്പോൾ നമ്മൾ തന്നെ മാതൃകയാകണം എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ മകനെ NSSന്റെ സ്കൂളിൽ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദ്രോഹവും ഒരു ദോഷവും ഉണ്ടായില്ല എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഈ നമ്മുടെ ബാലസമാജത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു. എവിടെ ചെല്ലുമ്പോഴും അതിൻ്റെതായ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ആ സ്കൂളിൽ ചെല്ലുമ്പോഴും ആ സ്കൂളിൽ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്തില്ലെങ്കിൽ, ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാരാജ്യയിൽ പഠിക്കുമ്പോഴാണെങ്കിലും NSSൽ പഠിക്കുമ്പോഴാണെങ്കിലും അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രവർത്തകനായി മാറാനുള്ള ഒരു ശൈലി അവനിൽ രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾക്ക് എവിടെ ചെന്നാലും ജീവിച്ചു പോകാൻ കഴിയും എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൻ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് എവിടെ ചെന്നാലും ജീവിച്ചു പോകാൻ കഴിയും. സെക്രട്ടറി PS വിശ്വംഭരൻ, പ്രതിനിധി സഭാംഗങ്ങളായ KJ ടീച്ചർ, P നാരായണൻ നായർ, K ഹരികുമാർ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MB വിപിൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് PS വിജയലക്ഷ്മി, ബാലസമാജം പ്രസിഡന്റ് MR അരവിന്ദ്, യൂണിയൻ കമ്മിറ്റി അംഗം അനിൽ M പിള്ള എന്നിവർ സംസാരിച്ചു. ഇന്നിവിടെ സമ്മാനങ്ങളുടെ എണ്ണം നിങ്ങൾ നോക്കൂ, വളരെ കൂടുതലാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെ ഏറ്റവും ശക്തമായ ഘടകമെന്നാൽ ജ്വലിക്കുന്ന മനസ്സുള്ള യുവത്വമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത് ഈസ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് ദി യൂത്ത്. ഇത് പറഞ്ഞിട്ടുള്ളത് അബ്ദുൽ കലാം സാറാണ്. ഇത് ഇവിടെ ഇരിക്കുന്ന +1 വിദ്യാർത്ഥികൾ മിക്കവരും കേട്ടിട്ടുള്ളതാകാം, കാരണം ഇത് +1 നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഭാവി എങ്ങനെയെങ്കിലും നമ്മുടെ ഭാവി തലമുറയെ വളർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ NSS എൻഡോമെന്റ് സമ്മാനങ്ങൾ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഭാവി നല്ലപോലെ ആക്കുവാൻ വേണ്ടി ഈ എൻഡോമെന്റ് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുകയും അതിനുള്ള ഇനിയും എൻഡോമെന്റ് നമുക്ക് കിട്ടുകയും ചെയ്യുക എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. CA വിജയിച്ച ശ്വേത സുരേഷ് നായർ, ദയാ മധു, MSc കമ്പ്യൂട്ടർ സയൻസിൽ റാങ്ക് നേടിയ അഞ്ജലി അനിൽ എന്നിവരെ ആദരിച്ചു. രാമായണ പാരായണത്തിലും കാർഷിക പ്രശ്നോത്തരിയിലും വിജയം നേടിയവർക്കുള്ള പുരസ്കാരവും വിവിധ കരയോഗങ്ങളിൽ നിന്നും SSLC +2 A+ നേടിയവർക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു. പൗര ന്യൂസ് ബ്യൂറോ, ആലുവ.
ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൌൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ്. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടയ്ക്കാട്ടുകര, ആലുവ.